ഞാനും ഒരു അധ്യാപകന്റെ മകളാണ്. അതുകൊണ്ട് തന്നെ എനിക്കറിയാം ഒരുപാട് കുട്ടികളും ഒക്കെ തന്നെ അവർക്കൊക്കെ തന്നെ അവർ പറയുന്ന പല കാര്യങ്ങളും ഇന്നും എൻ്റെ മനസ്സിലൂടെ ഉണ്ട്. നമുക്കറിയാം ഇത് നമ്മളിവിടെ ആചരിക്കുന്നത് അധ്യാപകൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇറങ്ങി പോകുമ്പോൾ നടന്നു പോകുമ്പോൾ ഒരാളെ ഭാഷ ബഹുമാനിക്കും. സമൂഹത്തിൽ ഏറ്റവും മാന്യത ലഭിക്കുന്നതും അംഗീകാരം ലഭിക്കുന്ന ജോലിയാണ് എം.എൻ. നേരത്തെ എനിക്ക് പരിചയമുള്ള എം.എൻ. മാതൃഭൂമിയിൽ സംഭടിച്ച മാതൃഭൂമിയിലെ ഏറ്റവും നല്ല ലേഖനം കൊണ്ട് അവിടെ ഇരിക്കും. എം.എൻ. എന്തായാലും മാതൃഭൂമിയിൽ ഫ്രീഡമുള്ള സ്ഥാപനമാണ്. മഹാത്മാഗാന്ധി രണ്ടാമത്തെ വരവിൽ ലോകോട് ഒരു പത്രം ആരംഭിക്കണം സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ച് എഴുതാൻ ജനങ്ങളെ ബോധ്യപ്പെടുത്താനെന്ന് കേശവമേനോനും വീർ നായകനും പറഞ്ഞ് അവരെ കൂടി പിന്നീട് ആലോചിച്ചുണ്ടാക്കിയ പത്രമാണ് വീർ മാതൃഭൂമി. മാതൃഭൂമിയുടെ ആ ബ്രാൻഡ് നെയിമിൽ അടിക്കേണ്ട ഏറ്റവും സമത്വവും സ്വാതന്ത്ര്യമാണ്. എം എ ഇതിനത് വിട്ടുപോയത് ഞാൻ ഒരുപാട് ആലോചിച്ചു. പക്ഷെ എം എ പോയത് അധ്യാപകൻ. അപ്പോൾ മാതൃഭൂമിയിലെ പ്രവർത്തനത്തെക്കാൾ അധികം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വായിച്ചതും എഴുതിയതും ഒക്കെ ഒരു അറിവ് കുട്ടികൾക്ക് പകർന്നു കൊടുക്കാനുള്ള ദൗത്യം കൊണ്ടായിരിക്കാൻ കഴിയും. എം എ കാലശേഖരത്തിൽ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ്സ് കമ്മീഷൻ ഒരു വർഷം ശമ്പളത്തോടു കൂടി റിസർച്ച് ചെയ്യാനുള്ള പണം കൊടുത്തു. അപ്പോൾ ഞങ്ങൾ കാലശ്ശേരി ബാങ്ക് ഡയറക്ടറെ കണ്ടെത്തി കാലശ്ശേരി ബാങ്ക് ഒരു രാത്രി വിജയിപ്പിച്ച് ഭക്ഷണം കൊടുത്തത് നല്ല സ്വീകരണം കൊടുത്തിരുന്നു. അപ്പോൾ കാലശ്ശേരി ബാങ്കിൻ്റെ എ ക്ലാസ് മെമ്പറാണ്. സ്മൈലിൻ്റെയും ഇവിടുത്തെ സ്വീകരണം കൊടുക്കുന്നത് കാലശ്ശേരി ബാങ്ക് മാത്രമല്ല, ഈ സ്ഥാപനം നിർമ്മിച്ച സ്മൈൽ ചാരിറ്റബിൾ സൊസൈറ്റി, ഇവിടെ ഈ അഞ്ചേരി പഞ്ചായത്തിലെ ഒരുപാട് രോഗികൾക്ക് ആശ്വാസം നൽകുന്ന ആശ്വാസ ആരോഗ്യ സൊസൈറ്റി, ഇന്ദിരാഗാന്ധി പഠന ഗവേഷണ കേന്ദ്രം ഈ വർഷം നമ്മൾ ആരംഭിച്ച് 25 വർഷമായി സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയദർശിനി സ്റ്റഡി സെന്റർ എല്ലാം കൂടി ചേർന്നാണ് എം.എൻ.എ. ആദരിക്കുന്നത്. ഈ ചടങ്ങ് നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനയോട് കൂടി ഉദ്ഘാടനം ചെയ്യുവാൻ ആദരണീയനായ CP അവർക്ക് അപേക്ഷിക്കുന്നു. പഞ്ചായത്ത് മുതലായി ആദരിക്കുന്ന ദിനമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് മറക്കാൻ കഴിയാത്ത ഒരു വ്യക്തിയാണ് കാലശ്ശേരി. ഞാൻ അദ്ദേഹത്തെ എന്നെ പഠിപ്പിച്ചിട്ടുള്ള അധ്യാപകൻ തുല്യമായിട്ട് കണക്കാക്കുന്ന വ്യക്തിയാണ്. ഒരുപാട് കാര്യങ്ങൾ ഞാൻ അദ്ദേഹത്തിൽ നിന്ന് പഠിച്ചത്. കാലശ്ശേരിയിൽ ബന്ധപ്പെട്ടപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് നിർദ്ദേശങ്ങൾ തന്നു. ഞാൻ ജഡിപിയുടെ പത്രക്കാരോട് അദ്ദേഹം ഒരുപാട് നിർദ്ദേശങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട്. അതെല്ലാം തന്നെ എൻ്റെ ജീവിതത്തിൽ ഞാൻ വെച്ച സ്ഥാപനങ്ങളും പ്രകടിപ്പിക്കുന്നതാണ്. ഈ അവസരത്തിൽ ഇന്ന് ഏറ്റവും ഉചിതമായ അധ്യാപകരിൽ തന്നെ ദീർഘകാല അധ്യാപകനായിരുന്ന കാലശ്ശേരി ആദരിക്കുന്നത് വളരെ ഇതിൻ്റെ ഉത്തരവാദിത്തം ചെയ്തത് നല്ലൊരു കാര്യമാണ്. കാലശ്ശേരിക്ക് ദീർഘായുസ്സും ആരോഗ്യം പ്രദാനം ചെയ്തിട്ട് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പരിപാടി ഉദ്ഘാടനം ചെയ്തതായിട്ട് നമ്മളെ അക്ഷരം പഠിപ്പിച്ച അല്ലെങ്കിൽ സംഖ്യകൾ പഠിപ്പിച്ച നമ്മളെ മാർഗദർശികളായ നമ്മുടെ ജീവിതത്തിൽ വെളിച്ചം പകർന്നു തന്ന കൈപിടിച്ച് മുന്നോട്ട് കൊണ്ടുപോയ അധ്യാപകരെ ഓർക്കാൻ നമുക്ക് പല സന്ദർഭങ്ങൾ ജീവിതത്തിലുണ്ടാവും. ഞാൻ 24 വയസ്സിൽ അധ്യാപക വൃത്തി തുടങ്ങിയതാണ്. 56 വയസ്സിൽ റിട്ടയറായി. 24 വയസ്സിൽ ജോലിക്ക് കയറുന്ന സമയത്ത് അതേ മാനസികാവസ്ഥയോടുകൂടി തന്നെയാണ് റിട്ടയറായിട്ട് പോകുന്നത്. കാരണം ഒരു സ്കൂൾ ക്യാമ്പസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ലൈവാണ്. ഇപ്പോൾ നമ്മുടെ മുമ്പിലിരിക്കുന്ന കുട്ടികളൊക്കെ ഒരേ പ്രായത്തിലുള്ള കുട്ടികൾ ഓരോ വർഷവും പാസ് ഔട്ട് ആയി പോയി കഴിഞ്ഞാൽ അതേ പ്രായത്തിലുള്ള കുട്ടികളാണ് വീണ്ടും നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് വയസ്സാവുന്നത് അറിയില്ല. നമുക്ക് വയസ്സാവും, പക്ഷെ നമ്മുടെ മനസ്സിന് വയസ്സാവില്ല, നമുക്ക് ശരീരം പ്രായമായിക്കൊണ്ടിരിക്കും. അത്രയും സന്തോഷത്തോടു കൂടിയാണ് റിട്ടയറായിട്ട് പോകുന്നത്. അപ്പോൾ ഏറ്റവും നല്ല ജോലി ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാം അധ്യാപകരായിരിക്കുക എന്നതാണ്. ലോകത്ത് എവിടെ മലയാളികളോ ഇവരെല്ലാം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ് കാലശ്ശേരി മാഷ്. കാലശ്ശേരി മാഷ് അധ്യാപകർ മാത്രമല്ല
എഴുത്തുകാരൻ പ്രഭാഷകനും നിരൂപകനും കൂടി. ഞാൻ പണ്ടെല്ലാം സ്ഥിരമായി ന്യൂസ് ചാനലിൽ ചർച്ച കാണുമായിരുന്നു. ഇപ്പം കാണാനില്ല. ഇപ്പം കാർഷിക ഭാഷ ദിവസങ്ങൾ ഇരുന്ന് കാണും. അദ്ദേഹത്തിന്റെ വാക്കുകൾ പ്രയോഗം, ആ താളം, അതെല്ലാം കാണുമ്പോൾ അതിൽ കിട്ടിയിട്ടുള്ള ആവേശമാണ്. വീട്ടിലെ ഭാര്യ കുടുംബത്തിൽ തന്നെ കാർഷിക ഭാഷയാണ് ശാസ്ത്രത്തിലേക്ക് കിട്ടുന്നതാണ്. അതുപോലെ എന്റെ പേരിലുള്ള പ്രത്യേകത, ഞാൻ ഇങ്ങനെ സമയത്ത് വീട്ടിൽ പോയി ഏതായാലും വ്യത്യസ്തതയിലേക്ക് പ്രവർത്തിച്ച മാസം നടന്നുകൊണ്ട് ഈ ചടങ്ങിൽ എല്ലാവരും വളർന്നുകൊണ്ട് ഞാൻ എന്ന് പറഞ്ഞതുപോലെ അവർക്ക് പ്രായം എത്രയായാലും അവരുടെ മനസ്സിന്റെ നല്ല പൊതുപ്രവർത്തനത്തിലേക്ക് മുന്നോട്ട് പോകുവാൻ നയിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വലിയ കച്ചവടം, മസാല കച്ചവടം കാരശ്ശേരി. അന്ന് കുട്ടിയായിരിക്കുമ്പോൾ ഉപ്പനെ കൊണ്ടുപോകുന്നത് കാരശ്ശേരിക്ക്. അങ്ങനെ മാസം കുട്ടിനാണ് ചെറിയ കുട്ടിയായിട്ട് വർഷം മുതാവിൻ്റെ കൂടെ. അപ്പം അന്നത്തെ കാലത്ത് ഭർത്താവ് ഞാൻ കൊണ്ടുപോയിട്ട് പിന്നെ എൻ്റെ പൊക്കെ കുടുംബത്തിലുണ്ട്. മാഷിപ്പം കാരശ്ശേരിക്കാർ മാത്രമല്ല, ഞാൻ മനസ്സിലാക്കുമ്പോൾ കേരളത്തിൽ തന്നെ ഒരു അഭിമാനമായി നിൽക്കും. ഒരു വേറിട്ട വ്യക്തി തന്നെയാണ് മാഷിക്ക്. അത് പറയാതിരിക്കാൻ കഴിയില്ല. പ്രത്യേകിച്ച് റിട്ടയർമെന്റിന് ശേഷം ചെന്നാലും നമ്മൾ പഠിപ്പിച്ച അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിൽ പഠിച്ച വിദ്യാർത്ഥികളുണ്ടാവും. അവർ വന്ന് എന്താ സാധനത്താകുന്നത്, എന്താ സാധനത്താവുന്നത് എന്ന് ചോദിച്ചിട്ട് എല്ലാ കാര്യത്തിലും നമ്മളെ സഹായിക്കാൻ വളരെ ബഹുമാനത്തോടുകൂടി ആദരവോടുകൂടി സമീപിക്കുന്ന ഒരു അവസരം അധിക അധ്യാപകർ മാത്രമേ ലഭിക്കുന്നതാണ്. വലിയ വലിയ ഉദ്യോഗസ്ഥന്മാരായിട്ടുള്ള ആളുകളൊക്കെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇവരൊക്കെ സർവീസിൽ ഇരിക്കുമ്പോഴും ആദരവിന് വേണ്ടി പോലും അത് കഴിഞ്ഞാൽ അത് ലഭിക്കാത്ത ആളുകളാണ്. പക്ഷെ ഈ മക്കളെ അധ്യാപക നിലക്ക് ഞാനിവിടെ മാലിക സൂചിപ്പിച്ചു, പല കാര്യത്തിലും അഡ്വൈസ് നേടി ചെല്ലുന്ന വ്യക്തിയാണ് അദ്ദേഹം. ഞാൻ അതുപോലെ പല കാര്യത്തിലും അദ്ദേഹത്തിൻ്റെ ഉപദേശം സ്വീകരിച്ചിട്ടുണ്ട്. ഈ അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ എല്ലാവിധ ആശംസകളും നേർന്നു ആരോഗ്യത്തോടുള്ള ദീർഘായുഷ്കാലത്തെ സഹസ്രവും പ്രാർത്ഥിക്കുന്നു. ഞാൻ പരിപാടികൾ പെട്ടെന്ന് നിർത്തിവരുന്നത് സത്യത്തിൽ ഇതുപോലെയുള്ള പരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ സംഘാടകർ മറ്റുള്ളവരെ ആദരിക്കപ്പെടുകയാണ്. ഇതുപോലെ ഒരുപാട് നല്ല ചടങ്ങുകൾ സംഘടിപ്പിക്കുന്ന എൻകെയുടെ നേതൃത്വത്തിലുള്ള കാര്യങ്ങൾ കാരശ്ശേരി സർവീസ് സഹകരണ ബാങ്കിന്റെ പ്രവർത്തനങ്ങൾ വീണ്ടും നന്നായി മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. എങ്കിലും തലക്കാട്ടി കൂടെ പറയാനുള്ളത് ചേട്ടനെ കൊണ്ട് പോവാണ്, പദ്ധതിയിൽ പോകണമെന്ന് പറയാം. ഏതായാലും നല്ല ആരോഗ്യത്തോടുകൂടി ജീവിക്കാനുള്ള, നമ്മുടെ കൂടെ പ്രവർത്തിക്കാനുള്ള ദീർഘായുസ് ദൈവം നമ്മളെ പ്രാർത്ഥന ചെയ്യട്ടെ എന്ന് അറിഞ്ഞുകൊണ്ട് ഇതിലെല്ലാ ആശംസകളും നൽകുന്നുണ്ട്. മാഷെ ക്ഷണിച്ചു. ഞാനല്ല ക്ഷണിച്ചത്, എൻ്റെ ഒരു സ്നേഹിതനാണ്. അപ്പൊ ക്ഷണിച്ച സ്നേഹിതൻ സ്വാഗതം പറഞ്ഞ് ഇത് എം.എൻ. കാരശ്ശേരി മാഷ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മലയാളം വിഭാഗം തലവനാണ്, രണ്ടാമത്തെ ഡിപ്പാർട്ട്മെന്റാണ് വിഭാഗം. അപ്പൊ തന്നെ മാഷ് ഞാൻ രണ്ടാമത്തെ ഡിപ്പാർട്ട്മെന്റ്, ഞാൻ അവിടെ ഒരു അധ്യാപകൻ മാത്രമാണ് എന്ന് പറഞ്ഞപ്പോൾ, അതായത് സാധാരണ ഈ സ്വാഗതം പറയുന്ന ആള് കുറച്ച് പോഷിപ്പിച്ച് പറയുമ്പോൾ അത് സുഖിക്കുന്ന ഒരിതുണ്ട്. അതാണ് ഭാഷ പറയുന്നത്. നമുക്കെല്ലാവർക്കും പറയുമ്പോൾ ഈ കാര്യം കാണുന്നത് ഭാഷ കൃത്യമായി പറയുമ്പോൾ കാര്യങ്ങൾ പറയും. അതിന് ഗഹനമായി പഠനം നടത്തി വായിച്ചതിന് ശേഷമേ ഇതിനൊന്ന് വരാറുള്ളൂ. കാരശ്ശേരി മാസ്റ്റർക്ക് ഈ അധ്യാപക ദിനത്തിൽ അവർക്ക് ഒരു ആദരവ് കൊടുക്കാൻ ഇവിടെ തീരുമാനിക്കുകയും അത് ഏറ്റുവാങ്ങാൻ അദ്ദേഹം വന്നതിന് ചടങ്ങിൽ സംബന്ധിക്കാൻ കഴിഞ്ഞതിൽ ഏറ്റവും വലിയ ഒരു കാര്യമായി ഞാൻ കാണുകയാണ്. അദ്ദേഹം ഇങ്ങനെയുള്ള അദ്ദേഹത്തിന് ദീർഘകാലം ജീവിക്കാൻ അദ്ദേഹത്തിന് അവസരം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ചടങ്ങിൽ എല്ലാവിധ ആശംസകളും നേരുന്നു. അവസാനിക്കും. എല്ലാ വിഷയങ്ങളിലും കൃത്യമായ നിലപാടുണ്ട്. ആ നിലപാട് ശരിയെന്ന് തോന്നിയാൽ ഉറച്ചു നിൽക്കും. പറയാത്ത നട്ടലുണ്ട്. ഈ ഓരോ കാലഘട്ടത്തിലും സമൂഹത്തിൽ തിന്മകൾ അല്ലെങ്കിൽ മൂല്യച്യുതി ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അത്തരം മൂല്യച്യുതികളെ ചോദ്യം ചെയ്യുവാനും മനുഷ്യനെ നേർവഴിക്ക് നയിക്കുവാനും ദൈവം ഓരോരുത്തരെ അയക്കാറുണ്ട്. ഞാൻ കരുതുന്നു ഈ കാലഘട്ടത്തിൽ ഈ ധർമ്മ സംസ്ഥാപനത്തിന് വേണ്ടിയിട്ട് അവതാരങ്ങൾ ഉണ്ടാക്കുന്നത് ശ്രീകൃഷ്ണൻ പറഞ്ഞതുപോലെ ഈ കാലഘട്ടത്തിൽ മനുഷ്യൻ വളരെ കഴിവിട്ടു പോകുന്ന സന്ദർഭത്തിൽ അതിന് ധൈര്യപൂർവ്വം ചൂണ്ടിക്കാണിക്കുവാൻ, തെറ്റുതിരുത്താൻ, നമ്മളെ നേർവഴിക്ക് നയിക്കുവാൻ വേണ്ടി ഈ കാലത്ത് ദൈവം തന്നെ നിയോഗിച്ചതാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു.
ഏറ്റവും ഉദാത്തമായ ഒരു ചടങ്ങായി മാറാൻ സാധിക്കുന്നു. ഒന്നാമത് നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ മലയാള നാടിന്റെ ഇന്ത്യയുടെ ലോകത്തിന് ശ്രദ്ധയാർജിച്ച എമർജൻസി എന്ന് പറയുന്ന വിശ്വഭവനെ നമുക്ക് ഇവിടെ ആദരിക്കാൻ കഴിയുന്നതാണ്. രണ്ടാമത് പ്രധാനപ്പെട്ട കാര്യം അത് നടക്കുന്നത് പാലിയേറ്റീവ് സംഘടനയുടെ കീഴിലാണ്, സ്മൈലിന്റെ കീഴിലാണ്. മനുഷ്യന്റെ വേദനിക്കുന്നവരുടെ കണ്ണുനീർക്കുന്ന സംഘടനകളുടെ ആളുകളുടെ കൂട്ടായ്മ നിൽക്കുന്ന ഒരു പരിപാടിയേക്കാൾ വിശിഷ്ടമായ പരിപാടി ഉണ്ടാവാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ ഇതിന് ഏറെ മഹാത്മമുണ്ട്. ഏതായാലും കബീർദാസ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ മുമ്പിൽ സാറിന്റെ മനോഹരമായിട്ടുള്ള വാക്കുകൾ കേട്ടേ നമുക്ക് ഓടാൻ പറ്റും. അതുകൊണ്ട് കാരശ്ശേരി സാറിന് അങ്ങേയറ്റത്തെ ഹൃദയംഗമമായ ഒരുപാട് ആശംസകൾ ഈ കേരളക്കരയുടെ നന്മയ്ക്ക് വേണ്ടി അങ്ങ് പടവാളത്തിൽ പോരാടുക. ഞങ്ങൾ എല്ലാവരും മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. എം.എൻ. കാരശ്ശേരി മാതൃഭൂമിയുള്ള സമയം DCC ഓഫീസിൽ അതിന്റെ സ്ഥാപകൻ വാഗ്ഭടാനന്ദ ഗുരുദേവൻ കാരപ്പറമ്പാണ് താമസിക്കുന്നത്. വാഗ്ഭടാനന്ദ ഗുരുദേവന്റെ മൂത്ത മകനാണ് ഈ പ്രഭാകരൻ മാതൃഭൂമിയുടെ റിപ്പോർട്ടർ. അപ്പോൾ മൂപ്പരെടുത്ത് പറഞ്ഞു, ഒരു സബ്ജക്റ്റിന്റെ പ്രസംഗം പാടുന്നു. പുള്ളിയുടെ എഴുത്തുന്ന ഡോക്ടർമാർ എഴുതാം. ഞാൻ ഇത് പറയാൻ പാടാം. കരിയിൽ പോകാം, കണ്ടിട്ട് കരിയിൽ പോയി പറയും, ഞാൻ എഴുതിയ പ്രസംഗം പഠിപ്പിച്ചത് പ്രഭാകരൻ. അപ്പൊ ഞാൻ നിന്റെ അറിയില്ല അവിടെ എമ്മൻ അറിയില്ലാതെ. അപ്പോ എനിക്ക് എമ്മൻ കാരശ്ശേരി പഠിച്ചത് കോഴിക്കോട് NC കോയമ്പത്തൂരിന്റെ മാതാവിന്റെ വീട്ടിൽ താമസിച്ചു. NC കോയമ്പത്തൂരിൽ നമ്മൾ എന്തെങ്കിലും ബന്ധങ്ങൾ നടക്കേണ്ടി പാപ്പന്റെ വേറെ ഒന്നുമില്ല. എമ്പൂത്താണ് കോയമ്പത്തൂരിൽ ഈ എം.എൻ. കാരശ്ശേരിയുടെ വാക്കുകൾ കോൺഗ്രസ് ഒരുപാട് പണം കോൺഗ്രസിന് നൽകിയ, ഒരുപാട് പ്രസ്ഥാനത്തിന് സഹായം ചെയ്ത വ്യക്തിയാണ്. അപ്പോൾ എം.എൻ. എഴുതിയ പല പുസ്തകങ്ങളും കുട്ടികൾക്ക് അധ്യാപകർക്കൊക്കെ ഭാവിയിൽ വായിച്ച് വളരാനുള്ളതാണ്. ഇന്ന് നമ്മൾ അധ്യാപകന്റെ മഹത്വം, നമ്മൾ അധ്യാപകനെ ആദരിക്കുകയാണ്. അധ്യാപകന്റെ മഹത്വം നമ്മൾ ഉൾക്കൊള്ളുന്നത് അത് സമൂഹത്തിനെ കൂടി അറിയിക്കുവാനാണ് ഈ ചടങ്ങ്. ആ നിലക്ക് എം.എൻ.ന്റെ ഈ പരിപാടിക്ക് ബഹുമാനപ്പെട്ട CP-ക്ക് ഞാൻ മെസ്സേജ് ഇടേ ചെയ്തിട്ടുണ്ട്. CP ഇത്ര ദൂരം സഞ്ചരിച്ച് വരണം എന്ന് അതുകൊണ്ടേ പറഞ്ഞില്ല. CP പറഞ്ഞു, എം.എൻ.എ ആദരിക്കുന്നത് ഞാൻ വന്നേ പറ്റും, ഞാൻ ഉണ്ടായേ പറ്റും. ഏതായാലും ഈ എം.എൻ. കാരശ്ശേരി അർജുനന് ഭഗവാൻ കൊടുത്ത ഒരു പാഠം ആത്മപ്രശംസ ആത്മഹത്യയാണ്. ആത്മപ്രശംസ ആത്മഹത്യയാണ്. അതിൽ കൊടുക്കുമല്ല. ശ്രീരാമനെ പറ്റിയുള്ള വലിയൊരു മേനി കാളിദാസൻ പറഞ്ഞത്, അവൻ അവികർത്തകനാണ്, മേനി പറയാനുള്ളതാണ്. അപ്പോ ഇന്നിപ്പോ ഇവിടുത്തെ വിഷയം ഞാനാണ്. കൃഷ്ണമഹാരാജ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു എഴുത്തുകാരൻ. അദ്ദേഹം പറയുന്നു, ആരെങ്കിലും നമുക്ക് എതിരായി കൊണ്ടും പറഞ്ഞാൽ തല ഉയർത്തുന്നത് നമ്മളോട് പറയാം. നല്ല ബഹുമാനം വെച്ച് നീട്ടിയാൽ മുതുക് വളച്ചുള്ളത് വാക്കിനല്ലാതെ നിവൃത്തിയില്ല. കാരണം നമ്മൾ നിസ്സഹായരാകുന്ന ഒരു രംഗമാണ്. സംസ്കൃതത്തിൽ പറയും, അറിവും ആദരവും ആരിൽ നിന്നും സ്വീകരിക്കാം. അപ്പോ നിങ്ങൾക്ക് അറിയുന്നതായി എനിക്ക് അബ്ദുറഹിമാനോട് വർത്തമാനം പറഞ്ഞ് ജയിക്കുന്നേക്കാൾ നല്ലത് ഞാൻ കേൾക്കുകയാണ്. പ്രത്യേകിച്ച് ഒരു ആനന്ദമുള്ളത് കുറച്ചു കാലമായി CP കുഞ്ഞോമനെ കണ്ടു. അപ്പോ ഇന്ന് അദ്ദേഹത്തെ കണ്ടു, ഞങ്ങൾ ഉച്ചയായി കണ്ടിട്ട് അദ്ദേഹം ഉച്ചയായി കൂടി എൻ്റെ കൂടെ ഉണ്ട്. അതെനിക്കൊരു സവിശേഷമായ സന്തോഷം. പിന്നെ ഈ ചടങ്ങ് ഞാൻ നേരെ പറഞ്ഞത് ഒന്നാമത്തെ കാര്യം ഒരു നൂറ്റാണ്ടായി പോയിട്ടുണ്ടായി. അത് നമ്മളാരും ഒന്നും ഉണ്ടായിട്ടില്ല. ഇനി എത്രയോ നൂറ്റാണ്ടുകാരായി പോയിട്ടുണ്ടാവും, നമ്മളാരും ഉണ്ടാവില്ല. ഇത്ര ഉള്ളതൊക്കെ 800 കോടി മനുഷ്യന്മാരുണ്ട് ലോകത്ത്. അതിലിപ്പോ നമ്മുടെ പ്രസക്തി എന്ന് പറയുന്നത് 800 കോടി ഈസ്റ്റ് മണ്ണാണ്. അപ്പൊ എത്ര അപ്രസക്തമാണ് എന്നാലോചിച്ചു. ഇതൊക്കെ നമ്മൾ
ഇങ്ങനെ പറയുന്നതിന്റെ അപ്പോ ഇവിടെ ഈ പരിപാടി സംഘടിപ്പിച്ച കാരശ്ശേരി ബാങ്ക്, സ്മൈൽ, പ്രിയദർശിനി, ആശ്വാസ് അയ്യർ, അവരോട് നന്ദി പറയാം എന്നുള്ളതാണ് എൻ്റെ പ്രാഥമികമായ കാരണം. ഞാൻ ഈ ബിൽഡിങ്ങിന് മുമ്പേക്ക് വന്ന എൻ്റെ അരികളോടൊന്ന് കണ്ടിട്ടുണ്ട്. ഗാന്ധിയുടെ ഒരു ചിത്രം കൊണ്ട് വെച്ചിട്ടുണ്ട് എന്ന് ഞാൻ പത്രത്തിൽ വായിച്ചു. ഞാൻ നീ ആ ചിത്രം ഒന്ന് കാണും, ശില്പത് കാണും എന്നാണ് ഞാൻ ബിസിനസ് കണ്ടത്. ഇത്ര വളരെ വിശാലമായ മനോഹരമായ നല്ല മച്ചുവരും ഇവിടെയൊക്കെ ബിൽഡിംഗ് ഉണ്ടാക്കി എന്തൊക്കെ ബിൽഡിംഗ് ഓർമ്മയുണ്ട്. കാറ്റും പിടിച്ചു അല്ലാത്തതൊക്കെ അവിടെ ഉണ്ടാകും. വീട്ടിലാകെ വേണ്ട കാറ്റും പിടിച്ചു, അതല്ലാത്തൊക്കെ ഉണ്ട്. അപ്പൊ നല്ല കാറ്റും പിടിച്ചുകൊണ്ട് വിശാലമാണ് നമ്മുടെ ചങ്ങരപ്പുള്ള പറയും. ആളുകൾ കണ്ടാണ് ഈ കടലുകളൊക്കെ ഇങ്ങനെ വലുതായി. കടല് കാണും, മല കാണും, ആനയെ കാണും, നിങ്ങളുടെ മനസ്സ് വികസിക്കും. ചെറുത് കാണും, വലുത് കാണും, വലുത് കണ്ട് അങ്ങനെ നമ്മുടെ മനസ്സ് വികസിക്കും. അപ്പൊ അങ്ങനെ വളരെ ആശ്വാസനെ പറ്റി പറഞ്ഞു. ഞാൻ കേട്ടതൊക്കെ വളരെ നല്ലതാണ്. അപ്പോ ആശ്വാസം ഇങ്ങനെ ഒരു കേന്ദ്രം കൊടുത്തു എന്നുള്ള വകയിൽ ഞാൻ എല്ലാ നാട്ടുകാർക്കും വേണ്ടി ആദ്യമായി ചെയ്യുന്നത് കാരശ്ശേരി ബാങ്കോട് പ്രസിഡന്റ് അബ്ദുറഹ്മാനോട് നന്ദി പറയാം. ഞാൻ എൻ്റെ അതിനോട് പറഞ്ഞു, ഈ ഓഫീസിൽ നിനക്ക് അപകടം വെച്ചാൽ ഇവിടെ വന്നാൽ നിങ്ങൾക്ക് ധാരാളം കാശ് തോന്നുന്നു, നിങ്ങൾക്ക് ആരോട് 10 രൂപ സമ്പാദന തരുന്നത് ഇല്ലാതെ ആലോചിച്ചില്ല. നിസ്കാരം ശ്രമിക്കാൻ നന്നായി. ഇനിയിപ്പോ ഈ പരിപാടി ഞാനിത് എടുക്കുന്നത് ഞാൻ എന്നൊരു വ്യക്തിയോട് നിങ്ങളുടെ ഈ സംഘടനകൾക്കും സമൂഹത്തിനുള്ള ആദരവ് നൽകാൻ അധ്യാപനം എന്നുള്ള വ്യക്തിയോട് സ്വന്തം ഗുരുനാഥന്മാരും നിങ്ങൾ കാണിക്കുന്ന ഒരു ആദരവായിട്ട് അതിൻ്റെ ഒരു ഗുരുദക്ഷിണയായിട്ടാണ് ഞാനിത് കാണുന്നത്. അതിന് എല്ലാ സംസ്കാരങ്ങളും അങ്ങനെയാണ് പറയുന്നത്. സംസ്കൃതം ധാരാളം ആചാര്യദേവവും ഭവ എന്നുള്ള ഭാഗവതം ഉദ്ധരിച്ചു. എന്തായാലും ആചാര്യൻ ആർക്ക് ദേവനായിരിക്കുന്നു ആ ആളായിട്ട് നീ ഭവിക്കുമാറാകട്ടെ. കുട്ടിക്കാലത്ത് കൂട്ടിവെക്കും മാതാ പിതാ ഗുരു ദൈവം. മദ്രസയിൽ ഞാൻ പഠിച്ചത് ഒരാൾക്ക് 4 പാപ്പമാർ ആരൊക്കെയാണ്? 1 ആദിപിതാവായ മാതാ, 2 പ്രവാചകന്മാർ 3 നിങ്ങളെ ജനിപ്പിച്ച പിതാവ്, 4 നിങ്ങളുടെ മനുഷ്യ ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരാളാണ് അലക്സാണ്ടർ. അദ്ദേഹത്തെ അലക്സാണ്ടർ നല്ല പറയാം. മഹാനായ അലക്സാണ്ടർ ദ ഗ്രേറ്റ് പ്രതിഫലിച്ചു. 32ാമത്തെ വയസ്സിൽ മരിച്ചു. അദ്ദേഹത്തിന്റെ അമ്മ ഒരു വലിയ അപകടം കാണിച്ചു. ചെറിയ കുട്ടിയാകുമ്പോൾ അവരോട് പറഞ്ഞു, നീ ഈ ലോകം ജയിക്കാൻ വേണ്ടി വന്നവനാണ്. എന്റെ ശരിക്കുള്ള അച്ഛൻ സിയൂസ് ദേവനാണ്. അങ്ങനെ അതിവിശ്വസിച്ചാണ് അലക്സാണ്ടർ വളരുന്നത്. അലക്സാണ്ടർ അന്ന് അദ്ദേഹത്തിന് അറിയുന്ന എല്ലാ ലോകവും കീഴടക്കി ഒരു കഥയുണ്ട്. ഇനി കീഴടക്കാൻ ഭൂമിയില്ലല്ലോ എന്ന് അദ്ദേഹം കരഞ്ഞു ഒരു കഥയുണ്ട്. ഇവിടെ ഇന്ത്യയിൽ നിന്ന് മടങ്ങി പോകുമ്പോൾ വഴിയിൽ പനി പിടിച്ച് അദ്ദേഹം മരിച്ചു പോകുമ്പോൾ അലക്സാണ്ടർ പറയും, സംഘടന പറയും, ഒരു യോദ്ധാവായ അലക്സാണ്ടർ ഒരു പെൺകിടാവിനെ പോലെ പനി പിടിച്ച് മരിച്ചു പോവുകയാണെങ്കിൽ ഇന്ന് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം അദ്ദേഹം മരിക്കാൻ തീർച്ചയായിട്ടും പറഞ്ഞു, നിങ്ങൾ എന്റെ ശവപേടം കൊണ്ടുപോകുമ്പോൾ എന്റെ 2 കൈയും പുറത്തേക്ക് ഇട്ടേക്കണം.
വിചാരത്തിലാണ്. ഒന്നുമില്ല. ഈ ലോകം ജയിച്ച അലക്സാണ്ടർ ഒന്നും മരിക്കുമ്പോൾ കൂടെ കൊണ്ടുപോയിട്ടില്ല എന്ന് ലോകത്തെ പഠിപ്പിക്കാനാണ്. അതൊന്നും കൊണ്ടുപോകാനുണ്ട്. അലക്സാണ്ടറിന്റെ ഗുരുനാഥന്റെ പേര് അരിസ്റ്റോട്ടിൽ എന്നാണ്. അദ്ദേഹത്തിന്റെ ഗുരുനാഥന്റെ ഒരു പ്ലാറ്റോ എന്നാണ്. അദ്ദേഹത്തിന്റെ ഗുരുനാഥന്റെ പേര് സോക്രട്ടീസ്. സോക്രട്ടീസ് എന്ന് പറയുന്നത് ഗുരുനാഥന്മാരുടെയും ഗുരുവാണ്. എന്താ, അദ്ദേഹമാണ് പാശ്ചാത്യ തത്വങ്ങളുടെ പിതാവ് എന്ന് ലോകം ബഹുമാനിക്കും. ഒന്നും എഴുതിയില്ല സോക്രട്ടീസ്. അതുകൊണ്ട് ഒന്നും സംസാരിക്കുന്നില്ല. ഇവിടുത്തെ റോഡിൽ നിൽക്കുകയാണ്. ആദ്യം ചെരുപ്പ് കൂടിയില്ല. 10 വയസ്സിൽ ഗതിയില്ലാത്തവനാണ് സോക്രട്ടീസ്. ഇന്നിപ്പോ ഞാൻ സോക്രട്ടീസിനെ മിക്ക ദിവസം ഓർക്കുന്നൊരു തമാശ എനിക്ക് പറയാം. അദ്ദേഹം ഇന്ന് രാവിലെ നേരം എടുത്താൽ റോഡിൽ കയറിയപ്പോൾ ആദ്യം ചെരുപ്പില്ല, കാശൊന്നും. അപ്പൊ അവിടെ ഇങ്ങനെ പുതിയ സാധനങ്ങളൊക്കെ വിൻഡോന്റെ മുകളിൽ ജനലിന്റെ മുകളിൽ പ്രദർശിപ്പിച്ചിട്ടില്ല. അപ്പൊ അദ്ദേഹം അതിങ്ങനെ നോക്കി നടക്കുമ്പോ ഒരു ചെറുപ്പക്കാരൻ ചോദിച്ചു, സോക്രട്ടീസ് വലിയ കൊതി തോന്നുന്നുണ്ടല്ലേ? ഞാൻ ഇയാളെ 10 വയസ്സായിട്ട് എല്ലാവരും പറയാം. അപ്പൊ സോക്രട്ടീസ് പറഞ്ഞു, അതല്ല, ഞാൻ അമ്പലക്കാരൻ. ഈ ലോകത്ത് എനിക്ക് ആവശ്യമില്ലാത്ത എന്തെല്ലാം സാധനങ്ങളാണ്. അതുകൊണ്ട് ഫോക്കസ് ഹാർഡ് എന്ന് പറഞ്ഞ് ഒരുപാട് ആദ്യം മാള് വന്നു. പിന്നെ അന്ന് കണ്ടറിച്ച് ചെന്നപ്പോ ഈ സോക്രട്ടീസിന് ഓർമ്മ, എനിക്ക് ആവശ്യമില്ലാത്ത എന്തെല്ലാം സാധനങ്ങളാണ്. സോക്രട്ടീസിന്റെ ഭാര്യയുടെ പേര് സാന്ദിപ്പേ. അതൊന്നും ഇംഗ്ലീഷ് ഭാഷയിൽ ഒരു പേരല്ല, അതൊരു ക്രിയാനാമമാണ്. സാന്ദിപ്പേ എന്ന് പറഞ്ഞാൽ ആര്യ ഭർത്താവിനെ ചീത്ത പറയുകയും ചെയ്യാം. കാരണം വലിയ ദ്രോഹമാണ് ഈ സ്ത്രീയെ കൊണ്ട്. കാരണം ഇയാളെ ഒരു പണി കിട്ടില്ല. ഒരിക്കലും കഠിനമായി ചീത്ത പറഞ്ഞിട്ട് അവിടെ പച്ചക്കറിക്ക് ഒഴിക്കാൻ വെച്ച ചാണകയോടെ കൂടി സാന്ദിപ്പ് എടുത്തിട്ട് സോക്രട്ടീസിനെ തലകൂടി ഒഴിച്ചു. അപ്പൊ സോക്രട്ടീസ് പറഞ്ഞു, ഇടി വെട്ടുമ്പോഴേ ഞാൻ വിചാരിച്ചതാ വളരെ വൈകാതെ മഴ പെയ്യും. ഇതൊക്കെ ഇങ്ങനെ 2 ദിവസത്തെ അത്ഭുതത്തെ പറ്റിയാണ് നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 79 വയസ്സിൽ അദ്ദേഹം മരിച്ചുപോയി. 79 വയസ്സിൽ ഗാന്ധി മരിച്ചുപോയി. ക്രിസ്തുവിന് പിന്നെ 32 വയസ്സാകുമ്പോഴേക്കും കഴിക്കുന്നത്. ഈ 3 പേരും കൊന്നതാണ്. 3 പേരും മരിച്ച വെള്ളിയാഴ്ച. നമ്മളിപ്പോ ഗുരുനാഥന്മാരെ ഞാന് ഇവിടെ ഈ ഗാന്ധി പ്രതിമ കാണുന്നുണ്ട്. ഗാന്ധി ഏത് ഗുരുനാഥനായിരുന്നു കഥ പറഞ്ഞു. അതേ ഒരിക്കല് ശാന്തിനികേതനിൽ ചെന്നു. വലിയ ബഹുമാനാണ് ടാഗോറിനോട് ഗാന്ധി. ഗാന്ധിയാണ് ഗുരുദേവ് എന്ന് ടാഗോറിനെ വിളിച്ചു. മഹാത്മാ എന്നുള്ള പേര് പ്രധാനപ്പെട്ട ടാഗോറാണ്. 7 വയസ്സിന് മുമ്പാണ് ടാഗോർ. അപ്പൊ അവിടെ നിന്ന് 2 ദിവസം താമസിക്കാൻ പോയി. അപ്പൊ ഗാന്ധി എന്തോ വർത്താനം പറയുമ്പോ ടാഗോർ പറഞ്ഞു, എനിക്ക് അങ്ങനെ ഒരു കാര്യം പറയാനുണ്ട്. എന്താ, ഞങ്ങളുടെ വീട്ടിലുള്ള വിദ്യാർത്ഥികളൊക്കെ പല ഭാഗത്തു നിന്ന് വരുന്ന നാട്ടുപുറത്തും പരിഷ്കാരം ആളുകളാണ്. അവിടുത്തെ പ്രശ്നം ഒന്നുമില്ല, അവർക്ക് വൃത്തിയില്ല. അവർ വഴിയും മലമൂത്ര വിസർജനം ചെയ്യും. പിന്നെ ഒന്നും വൃത്തിയില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞ അവർ കേൾക്കുന്നില്ല. അങ്ങ് അവരെ ഉപദേശിക്കണം. ഗാന്ധി ചിരിച്ചു. വൈകുന്നേരം ആയപ്പോൾ ഗാന്ധി ഒരു ബക്കറ്റും ചോറും എടുത്തിറങ്ങി. ഇതിന് വഴിയിലൊക്കെയുള്ള ഇവരുടെ മലമൂത്ര വിസർജനമൊക്കെ വൃത്തിയാക്കാൻ വേണ്ടി. അപ്പൊ കുറച്ച് ആൾക്കാർ കുറച്ച്. പിറ്റേന്ന് രാവിലെ ഗാന്ധി 3:30 മണിക്ക് എഴുന്നേൽക്കും. അദ്ദേഹം
ഒരു 5:30 മണിയായപ്പോൾ ഗാന്ധി വീണ്ടും ബക്കറ്റും ചൂലുമായിട്ട് ഇറങ്ങി. അപ്പോഴേക്കും ഒരുപാട് കുട്ടികൾ, ഒരുപാട് മാഷന്മാർ. അങ്ങനെ 3 ദിവസം ഗാന്ധി ആരോടൊന്നും പറയുന്നില്ല. അപ്പൊ കുട്ടിക്ക് മനസ്സിലായി, ഇനി വഴി വൃത്തികളാക്കിയാൽ വൃത്തിയാക്കാൻ ഗാന്ധി എന്താണ്, ഞങ്ങൾ തന്നെ വൃത്തിയാക്കേണ്ടി വരും. ഇങ്ങനെയാണ് അദ്ദേഹം പഠിപ്പിക്കുന്നത്. ഗാന്ധിയുടെ ഒരു വാക്ക് ധാരാളം അധ്യാപകന്മാരും മുൻ അധ്യാപകന്മാരും അദ്ദേഹം പറഞ്ഞൊരു വാക്ക്, അധ്യാപകനാണ് പാഠപുസ്തകം. ചെറിയ കളിയല്ലേ. ടീച്ചർ ഈസ് ദ ടെക്സ്റ്റ് ബുക്ക്. ഒരു വിദ്യാർത്ഥിനി ഒന്നും കേട്ട് പഠിക്കുക, കണ്ടു പഠിക്കുക. ഗാന്ധി അവരോട് വൃത്തിയെ പറ്റി ഒരു വാക്ക് സംസാരിച്ചില്ല. ഗാന്ധി എന്ത് ചെയ്തു? എന്താണ് വൃത്തികേട്, അതെങ്ങനെ വൃത്തിയാക്കാം എന്ന് താൻ ചെയ്തു കാണിച്ചു. എന്റെ ജീവിതത്തിലുള്ള ഒരു ഭാഗ്യം, ഞാൻ പറഞ്ഞില്ലേ, അവനോട് പറഞ്ഞാൽ ആര് പറഞ്ഞാലും ഇതാവും. അപ്പോ ഇവിടെ ആശംസകൾക്ക് ഞാൻ ഒരു തമാശ ആലോചിക്കുകയാണ്. നമ്മുടെ തൃക്കോടിയന് 70 വയസ്സായിട്ട് കോഴിക്കോടിന് വലിയ ചടങ്ങ് വെച്ചു അദ്ദേഹത്തെ ആശംസിക്കാൻ വേണ്ടി. അപ്പോൾ ഒരാൾ ആശംസിച്ചു, തൃക്കോടിയന് 100 വയസ്സുവരെ ജീവിച്ചിരിക്കട്ടെ. അപ്പൊ അടുത്ത നാൾ തൃക്കോടി ചോദിച്ചു, ചെലവർ ഇവർ തരുമോ? ചെലവർ ഇവർ തരുമോ? 100 വർഷം, പിന്നെ 30 കൊല്ലം ജീവിക്കണം. ഇതൊക്കെ എനിക്കുണ്ടായ ഒരു ഭാഗ്യം. ഞാൻ വളരെ വലിയ അധ്യാപകന്റെ കീഴിൽ പഠിക്കാൻ വലിയ ഭാഗ്യം, ചെറിയ ഭാഗ്യമല്ല. അപ്പോ അതിപ്പോ നിങ്ങൾ അറിയുന്നവരും അറിയുന്ന ഒരാളുടെ പേര് അടിപൊളി പേര്. അടിപൊളി ഒരു ചെറിയ കാര്യമാണ്. അത് ഏതൊരു അധ്യാപകനാണ്. ഞങ്ങൾ 1ാമത്തെ ക്ലാസ്സിൽ വന്നു ആദ്യം പറഞ്ഞ വാക്ക്, ഇവിടെ ക്ലാസ് തുടങ്ങുന്നത് 10 മണിക്കാണ്. നിങ്ങൾ എല്ലാവരും ഇവിടെ 9:30 മണിക്ക് ഹാജരാണ്. അദ്ദേഹം പറഞ്ഞ ക്ഷിപ്രഭൂമിയായ ഉർവസാമാണെന്നത് ലോകപ്രസിദ്ധമാണ്. അപ്പൊ ഞങ്ങൾ 9:00 കേൾക്കുമ്പോൾ മാഷ അവിടെ ഉണ്ടാവും. അദ്ദേഹം 9:15 ആ റൂമ് തുറക്കുന്ന സുമാർ കഴിക്കണം. അദ്ദേഹത്തിന്റെ കയ്യിലായിട്ട് താക്കും. 2 കൊല്ലം ഞാൻ അദ്ദേഹത്തിന്റെ MA പഠിച്ചു. പിന്നെ 1 കൊല്ലം ഞാൻ MPhil പഠിച്ചു. പിന്നെ അങ്ങനൊരു കാലം ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ റിസർച്ച് ചെയ്തു. എന്റെ 3ന്റെയും ഗുരു അദ്ദേഹമാണ്. ഒരു തവണ പോലും ലീവ് എടുത്ത് അദ്ദേഹം പ്രസംഗിക്കാൻ പോയിട്ട് വളരെ ഞങ്ങൾ പഠിക്കുമ്പോൾ മരണമുണ്ട് എന്ന് പറഞ്ഞ ലീവ്, അല്ലാതെ കല്യാണം സൽക്കാരം ഹജ്ജിനും കൊണ്ടിട്ട് അവിടെ മറ്റേ യാത്രയായിട്ടുണ്ട്. അപ്പോ ഞാൻ 34 കൊല്ലം മാഷായി. എന്റെ ഒരു അഭിപ്രായം, ഒരു അധ്യാപകൻ റിട്ടയർ ചെയ്യുന്നില്ല. കാരണം അധ്യാപനം എന്ന് പറയുന്നത് ഒരു തൊഴിലിന്റെ പേരല്ല, അതൊരു സ്വഭാവം. അധ്യാപനങ്ങൾ നിങ്ങൾക്ക് ആ സ്വഭാവം ഉണ്ടോ? നിങ്ങളുടെ അധ്യാപനം സ്വഭാവം ഇല്ലേ? നിങ്ങളതല്ല. ഞാൻ പഠിക്കുന്ന കാലത്ത് BA പഠിക്കുമ്പോൾ അതിലെങ്ങനെ നടത്തുമ്പോൾ എനിക്ക് വലിയ മോഹമായിരുന്നു. മാതൃഭൂമി സംരംഭമാണ്. ആ മോഹന്റെ വരാൻ കാരണം വെച്ചാൽ എന്റെ ബാപ്പ കോൺഗ്രസ് ആയിരുന്നു. വീട്ടിൽ മാതൃഭൂമി പത്രം വാങ്ങി. അന്ന് കാലശ്ശേരി 2 മാതൃഭൂമി, ഒന്ന് ലങ്കയിൽ അപ്പേടൻ്റെ അവിടെ, ഒന്ന് എൻ്റെ വീട്ടിൽ. അന്ന് വലിയ നമ്മ ശ്രദ്ധത്തിൽ അന്ന് വലിയ എനിക്ക് എൻ്റെ ഈ ഗാന്ധിയുടെ ചിത്രം ഒന്നാം പേര്. അപ്പൊ ഞാൻ ഇത് വാപ്പയുടെ ചിത്രം, വാപ്പത്തെ ഭയങ്കര കത്തിട്ടാണ്. ഇത്ര കേൾക്കട്ടെ, മൊത്തം പഠിപ്പിക്കുന്ന ടീച്ചർ കത്ത നൃത്തം ചെയ്യാൻ വലിയ ചെവിയാണ്. മുമ്പ് കേട്ടപ്പോൾ പിന്നെ എനിക്ക് മനസ്സിലായത് എന്റെ വാപ്പയുടെ ചിത്രം ഇതിനകത്ത് ഇത് ഗാന്ധിയുടെ ചിത്രമാണ്. അപ്പൊ അങ്ങനെ ഞാൻ കോൺഗ്രസ് കുടുംബത്തിൽ വളർന്നിട്ട് മാതൃഭൂമി കോൺഗ്രസ് പത്രമായിരുന്നു ജോലിച്ചു മാതൃഭൂമിക്കുന്ന ഒരു കോൺഗ്രസിന്റെ വിമർശകൻ. എനിക്ക് അവിടെ സംബന്ധിച്ചാവുന്ന വലിയ മോഹമായിരുന്നു.
ഞാൻ എം എ കഴിഞ്ഞതായി. പക്ഷെ എം എക്ക് പഠിപ്പിച്ച് വേറൊരു മോഹമുണ്ടായിരുന്നു. എന്താണ്? ഏതെങ്കിലും ഒരു ഗവൺമെന്റ് കോളേജിൽ അധ്യാപകനാണ്. പിന്നെ പി എച്ച് ഡിക്ക് വർക്ക് ചെയ്യുമ്പോൾ എനിക്കൊരു മോഹമുണ്ട്, ഏതെങ്കിലും യൂണിവേഴ്സിറ്റി അധ്യാപകനാണ്. അത് മുമ്പ് ഞാനായി. അവർക്ക് ആലോചിച്ച് ആസ്വദിച്ച് അവർക്ക് റിലേറ്റ് ചെയ്തിട്ട് യൂണിവേഴ്സിറ്റി എനിക്ക് അത്ര ചെറിയ മോഹങ്ങളുണ്ടായിരുന്നു. എനിക്ക് വേറെ ഒരു മോഹം ഉണ്ടായില്ല. സാഹിത്യ അക്കാദമി പുസ്തകം നടന്നോ, അവിടെ വൈശാഖം നടന്നോ, അതൊരു ലേഡീസ് ആവണമെന്നോ അല്ലെ, അങ്ങനെയൊക്കെ മനുഷ്യർക്ക് എന്താ ഊഹിക്കാൻ പാടില്ല. അലക്സാണ്ടർ പറഞ്ഞൊരു കാര്യം, എനിക്ക് ജീവൻ തന്നത് എന്റെ മാതാപിതാക്കന്മാരാണ്, എനിക്ക് ജീവിതം തന്നത് എന്റെ ഗുരുനാഥന്മാരാണ്. എങ്ങനെ? എനിക്ക് ജീവൻ തന്നത് എന്റെ മാതാപിതാക്കന്മാരാണ്. മാതാപിതാക്കന്മാരെന്ന് പറഞ്ഞല്ലേ, ഇദ്ദേഹത്തിന്റെ പിതാവ് അവിടെ മഹാരാജാവായിരുന്നു, രാജകുമാരനാണ്. പക്ഷെ ജീവിതം തന്നത് ഗുരുനാഥന്മാരാണ്. ആ ഗുരുനാഥന്റെ പേരാണ് ഞാൻ പറഞ്ഞത്, അരിസ്റ്റോട്ടൽ. ഇതാണ് ഒരു ഗുരുനാഥന്റെ പണി. ഏതെങ്കിലും ഒരു വിഷയം പഠിപ്പിക്കാം, അതൊരു വലിയ കാര്യമുണ്ട്. ഞങ്ങളൊക്കെ കുട്ടിക്കാലത്ത് എന്താണ്, ഞാനിപ്പോ ഈ നിർപ്പില് എന്നെ പഠിപ്പിച്ച എല്ലാ ഗുരുനാഥന്മാരും ഞാൻ ഓർമ്മിക്കാം. കാരണം അവരൊക്കെ എങ്ങനെയാണ് ഈ ശാപം എന്ന് പറഞ്ഞാൽ അത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു പണിയാണ്. എന്നത് ആ പണി സ്നേഹിക്കലാണ്. അധ്യാപകന്റെ പണി വിദ്യാർത്ഥിയെ സ്നേഹിക്കലാണ്, വിദ്യാർത്ഥികളെ സ്നേഹിക്കലാണ്. നിങ്ങൾക്ക് സ്നേഹമില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും അധ്യാപകനാവും. അവരൊക്കെ വെറുതെ ദേഷ്യപ്പെടുത്താനല്ല. അരിശം കൊണ്ടെടുത്ത് പിരിശമെന്ന് പറയും. അരിശം എന്ന് പറഞ്ഞാൽ ദേഷ്യം, പിരിശെന്ന് പറഞ്ഞാൽ പ്രിയം. ദേഷ്യപ്പെട്ടില്ലാകുന്നല്ല. പക്ഷേ ഞാൻ എന്താ പറയുക, ആവർത്തിക്കുകയാണ്, ഞങ്ങളോടുള്ള പ്രതിബദ്ധത കൊണ്ട് ഒരു ദിവസം പോലും ലീവ് എടുത്തിട്ട് അഴിക്കൂടെ പ്രസംഗിക്കാൻ പറ്റും. ഇതുപോലെ എത്രയോ അധ്യാപകർ, ഞാൻ നിങ്ങൾക്ക് അറിയുന്ന പേര് പറഞ്ഞിട്ടുണ്ട്. എന്നെ ബി എ കൊടുത്തിരുന്ന പ്രൊഫസർ കേട്ടനുണ്ടിരാജൻ, ഞങ്ങൾ തമ്മിലാണ് ഒരു ക്ലാസ്സിൽ ഒരു പുസ്തകവും ഇല്ലാതെ അദ്ദേഹം പോകുന്നു. കാരണം പഠിപ്പിക്കുന്ന പുസ്തകം അദ്ദേഹത്തിന് കാണപ്പെടണം വിശ്വാസമൊന്നുമില്ലല്ലേ. സംസ്കൃതത്തിലെ പ്രധാനപ്പെട്ട നിഘണ്ടുവിന്റെ പേര് അമരകോശം. അത് പദ്യത്തിലാണ്, അത് അമര കാണപ്പെടണം. നിഘണ്ടു കാണപ്പെടാൻ പറ്റിയ ആളുകൾ ഞങ്ങൾക്ക് ആശാന പള്ളത്തോട് ഉള്ളൂരൊക്കെ പഠിപ്പിക്കാൻ അതിന്റെ അപ്പത്തേക്കത്തിലുണ്ട്. കണ്ണസന്മാർ രാമര് ഒന്നിൽ സന്ദേശം ഉണ്ണിയാടി തരുന്നത്, ഉണ്ണിച്ചിരുന്നു, ഇതൊക്കെ അദ്ദേഹത്തിന് കാണപ്പെടാം. ഒരു പുസ്തകമില്ലാതെ എല്ലാ ക്ലാസ്സിലും പോകുന്നു. അത്ര വലിയ പണ്ഡിതനാണ്, അത്ര വലിയ ഓർമ്മശക്തിയാണ്. അങ്ങനത്തെ അനവധി ആളുകളെ പറഞ്ഞു. എന്റെ ഭാഗ്യം എന്ന് പറയുന്നത് വലിയ അധ്യാപകരുടെ പഠിക്കുക. അത് പിന്നെ പഠിക്കുന്നത് അധ്യാപകർക്ക് മാത്രമല്ല. എന്താ പറയുന്നത്, വിദ്യാർത്ഥി കാൽഭാഗം സ്വയം പഠിക്കുന്നു, കാൽഭാഗം ജീവിതത്തിൽ പഠിക്കുന്നു, കാൽഭാഗം വീട്ടിൽ നിന്ന് പഠിക്കുന്നു, കാൽഭാഗം അധ്യാപകൻ. ഗാന്ധി പറയുന്നത് ഏറ്റവും നല്ല അധ്യാപകർ അച്ഛനമ്മമാരാണ്. വലിയ ഉത്തരവാദിത്തം, വലിയ ഉത്തരവാദിത്തം. ഫോൺ വരുമ്പോ അവർ നിങ്ങൾ പോയിക്കൂടെ, നിങ്ങൾ ഇവിടെ ഇല്ല എന്ന് ഞാൻ പറഞ്ഞേക്കാം എന്നെ മകൻ പറയട്ടോ. അങ്ങനെയല്ല, ഞാനിവിടെ ഉണ്ട്, ഞാൻ ബസ്സിൽ പോവാൻ നിൽക്കുകയാണ്, ഞാൻ പിന്നെ വിളിച്ചോളാന്ന് പറയും എന്ന് ഞാൻ തിരുത്തിയില്ലെങ്കിൽ കള്ളം പറയുന്നത് എനിക്ക് അവരെ പഠിപ്പിക്കാൻ പറ്റും. അപ്പോ അധ്യാപികയാവുക എന്നുള്ളത് എത്ര വലിയ ഉത്തരവാദിത്തമാണ്. കാരണം പഠിപ്പിക്കുന്നത് എന്താണ്? പഠിപ്പിക്കുന്നത് ഈ ലൈബ്രറിയുടെ നിർമ്മിതൊന്നും ഹിമാലയ എത്ര ഉയരണ്ടെന്നല്ല. ഐസക് ന്യൂട്ടൻ എന്ത് കണ്ടുപിടിച്ചതിനാണ് നൊബേൽ സമ്മാനം കിട്ടിയതെന്നല്ല. എന്താ പഠിപ്പിക്കുന്നത്? പഠിപ്പിക്കുന്നത് സ്വഭാവം, സ്വഭാവ രൂപീകരണമാണ് അധ്യാപകന്റെ പണി. മറ്റൊക്കെ പുസ്തകങ്ങൾ കിട്ടുന്നു. ഞങ്ങളുടെ കുട്ടിക്കാലത്ത് വലിയ പഠിക്കും. ഇത്
1869 ഒക്ടോബർ 2 ഗാന്ധി പോർബന്തറിൽ ജനിച്ചു. ഇന്ന് പഠിക്കേണ്ട ആവശ്യമില്ല കേട്ടോ, അത് പഠിക്കേണ്ട ആവശ്യമില്ല. അത് വരുന്ന ആവശ്യം എനിക്കത് അടുത്തൊരു പേടിയാണ്. സ്റ്റീഫൻ ഹോക്കിംഗ് എന്ന് പറയുന്ന നമ്മുടെ നൂറ്റാണ്ടിലെ ഏറ്റവും മഹാനായ ശാസ്ത്രകാരൻ മരിച്ചുപോയി. അദ്ദേഹം പറഞ്ഞൊരു വാക്യം ഒരു എനിക്കത് നടുക്കം മാറിയിട്ടില്ല. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഹ്യൂമൻ ഇന്റലിജൻസിനെ മറികടക്കുന്ന കാലം വരുന്നു. യൂറോപ്പിൽ നടത്തിയ ഒരു പരീക്ഷയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എഴുതിയ കഥയും മനുഷ്യരുടെ കഥയും കൊടുത്തിട്ട് 27% ആളുകൾക്ക് മാത്രമേ അതിന്റെ വ്യത്യാസം മനസ്സിലായുള്ളൂ. ഇത് യന്ത്രം എഴുതിയതാണ്, ഇത് മനുഷ്യൻ എഴുതിയതാണ്. ഞാൻ മനസ്സിലാവുന്നു. ഡീപ് ഫേക്ക് എന്നൊരു സംവിധാനം അത് വെച്ചിട്ടാണെങ്കിലും നിങ്ങൾക്ക് എം.എൻ. കാരശ്ശേരിയുടെ ഒരു ക്ലാസ് കേൾക്കണം എന്നുണ്ടെങ്കിൽ എം.എൻ. കാരശ്ശേരി അറിയാതെ കേൾക്കാൻ ഡീപ് ഫേക്ക് നിങ്ങൾക്ക് ഒരിക്കലും മനസ്സിലാവില്ല. ഇയാളല്ല, ഇയാളുടെ ശബ്ദം തന്നെ, ഇയാൾ പറയുമ്പോൾ തന്നെ ഇയാളുടെ അമ്മയും കാണിക്കുന്നത്, ഇയാളെല്ലാം ചേർക്കുന്നത്, എല്ലാ അഭിപ്രായങ്ങളും ആ രൂപമാണ്. അത് ഡീപ് ഫേക്ക് എന്ന് പറയുന്നത്. ഫയർഫോഴ്സിൽ മരിച്ചു എന്ന് വെറുതെ പറയാം. ഫയർഫോഴ്സിൽ അഭിനയിക്കുന്ന സിനിമ ഉണ്ടാക്കാനുള്ള ബുദ്ധിമുട്ടുമല്ലോ, ഉണ്ടാക്കിയല്ലോ. മോഹൻലാൽ മമ്മൂട്ടിയൊക്കെ അഭിനയിച്ച ഇംഗ്ലീഷ് ചിത്രം. അപ്പൊ ഈ കാലത്ത് അധ്യാപകൻ എന്താണ് റോള്? ഏത് അധ്യാപകൻ എന്ത് റോളുണ്ടാകും എന്നോട് ഞാൻ പറയും. അവരുടെ പണി ആ അധ്യാപികയുടെ പണി അവരുടെ സ്വഭാവം രൂപീകരിക്കണം. ഇത് ചെറിയ പണിയല്ല, ഒരിക്കലും ചെറിയ പണിയല്ല. അപ്പോ നിങ്ങളുടെ ഒക്കെ സ്വഭാവത്തിൽ നിങ്ങൾ തിരിച്ചറിഞ്ഞാലും ഇല്ലെങ്കിലും നല്ലതും ചിലപ്പോൾ ചീത്തയുമായ ഒരുപാട് കാര്യങ്ങൾ അധ്യാപകരുടെ സ്വാധീനങ്ങളുണ്ട്. ഇപ്പോ എന്നെ ഏറ്റവും സ്വാധീനിച്ച ഒരു അധ്യാപകനാണ് നെട്ടയം ശിവദാസ്. ഞാൻ പഠിക്കുമ്പോൾ യൂട്യൂബ് പഠിക്കുമ്പോൾ ഞങ്ങൾ മലയാളമൊക്കെ ഞാൻ അദ്ദേഹത്തിന് പഠിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം കണ്ടുപിടിക്കരുത്. കാരണം അദ്ദേഹം നല്ല അധ്യാപകനാണ്, നല്ല പണ്ഡിതനാണ്, എഴുത്തുകാരനാണ്, പലതുമാണ്. കാരശ്ശേരിയിൽ എന്തിനേയും ചോദ്യം ചെയ്യാം എന്നുള്ള ഒരു സ്വഭാവം നട്ടുപടക്കുന്നത് വിശുദ്ധാസമാണ്. അദ്ദേഹം കണ്ടുപിടിച്ചപ്പോ അദ്ദേഹത്തിന് ആരെയും ബഹുമാനിക്കാൻ സാധിക്കും. എന്നെ പോലെ അദ്ദേഹത്തെ ഓർക്കി ബഹുമാനിക്കുന്ന കുട്ടികളോടൊപ്പം, കാരണം അവർക്ക് ഇത് മാത്രം ഓർമ്മയുണ്ട്. അദ്ദേഹം കണ്ടുപിടിക്കുന്നു, കൊള്ളക്കായിട്ട് അദ്ദേഹം കല്യാണം കഴിച്ചു. അപ്പൊ ഞാൻ അന്ന് കുട്ടിയാവും തീരുമാനിച്ചത് വേറെ ചെയ്താലും കണ്ടുപിടിക്കണ്ട. പക്ഷെ ഞാൻ പുകവലി ശീലിച്ചു, അതിന്റെ ദുരിതം. അപ്പൊ 120 കൊല്ലായി ഇപ്പോഴതിന്റെ ദുരിതം അനുഭവിക്കുന്ന ഒരാളാണ്. അപ്പോ നിങ്ങളൊരു അധ്യാപകനാണ്. ഒരു കുട്ടിയെ കാണാൻ നിങ്ങൾ പുകവലിക്കുമോ? ഒരു കുട്ടിയെ കാണാൻ നിങ്ങൾ കണ്ടുപിടിക്കുമോ? ഒരു കുട്ടി മനസ്സിലാക്കുന്ന മട്ടിൽ നിങ്ങൾ കള്ളം പറയുമോ? സിഗ്മണ്ട് ഫ്രോയിഡ് ആധുനിക മനഃശാസ്ത്രത്തിന്റെ ഏറ്റവും വലിയ ആചാര്യൻ, പിതാവ് ഞാൻ ചരിത്രാദ്ദേഹത്തെ വിളിക്കുന്നത് 1938 മരിച്ചുപോയി. അദ്ദേഹം പറയുന്നത് 2 വയസ്സ് കഴിഞ്ഞാൽ നിങ്ങൾ കള്ളം പറഞ്ഞാൽ നിങ്ങളുടെ കുഞ്ഞിന് മനസ്സിലാവും. 2 വയസ്സ് കഴിയുന്ന ഒരു കുട്ടിക്ക് മനസ്സിലാവും. കുട്ടിയുടെ ശരീരത്തിൽ അതിന്റെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാവും. നിങ്ങളുടെ മുഖഭാവം മാറുന്നത്, നിങ്ങളുടെ ഞരമ്പ് വലിഞ്ഞു കൂടുന്നത്, നിങ്ങളുടെ കണ്ണിൽ തെളിയുന്ന കള്ളഭാവം ഒക്കെ കുട്ടിക്ക് മനസ്സിലാവും. അതുകൊണ്ട് നിങ്ങൾ കുട്ടികളെ കള്ളം പറഞ്ഞ് പറ്റിക്കാം എന്ന് വിചാരിക്കുന്നത് അദ്ദേഹം പറയും. കള്ളമല്ലാതെ മനസ്സിലാവും. ഇപ്പോ സത്യാനന്തര കാലം പോസ്റ്റ് സൊസൈറ്റി അതിന് തെളിവാണല്ലോ. നമ്മുടെ ടെലിവിഷൻ തോന്നാലും നമ്മുടെ രാഷ്ട്രീയക്കാർ പറഞ്ഞത് സാമാന്യമായിട്ട് പറഞ്ഞത് ഒക്കെ കളവാൻ തീരുമാനിച്ചാൽ വളരെ എളുപ്പമുണ്ട് കാര്യം മനസ്സിലാക്കാം. ഏത് പാർട്ടിയാണെങ്കിലും ഏത് മുന്നണിയാണെങ്കിലും അതൊക്കെ അങ്ങനെ ഉണ്ടായിട്ടില്ല. പ്രസിദ്ധമായ തമാശ പറഞ്ഞത് ഞാൻ പത്രമൊന്നും വായിക്കാറുണ്ട്, വലിയ ബുദ്ധിമുട്ട്. എത്ര പത്രമൊക്കെ വായിക്കാൻ ഒരു പത്രം വായിക്കുന്നില്ല. ഞാൻ ദേശാഭിമാനി മാത്രമേ വായിക്കാറില്ല. ദേശാഭിമാനി എന്താ കണ്ട അതിനെതിരായി വിചാരിക്കുക. മുഖ്യമന്ത്രി ഡൽഹിക്ക് പോയിട്ടില്ല. വ്യവസായ മന്ത്രി അടങ്ങിട്ട് ഉദ്ഘാടനം ചെയ്തിട്ടില്ല. എന്നാൽ ദീപക പ്രശ്നം കഴിഞ്ഞിട്ട്
അത് നമ്മുടെ പത്രങ്ങൾ, നമ്മുടെ ടെലിവിഷനുകൾ, നമ്മുടെ ഫേസ്ബുക്ക്, ഏത് വിശ്വസിക്കുന്നു, എന്തിനെ വിശ്വസിക്കുന്നു, എന്ത് കാര്യത്തിന് വിശ്വസിക്കണം. ഞാനൊരു ഉദാഹരണം, പഴയ ഇപ്പൊ നമ്മുടെ നാട്ടിലെ സത്യാനന്തരമായ ഒരു സംഗതി എങ്ങനെ പ്രവർത്തിക്കുന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് ഞാൻ കാണുന്നത് സോളാർ കേസാണ്. സോളാർ കേസിന്റെ ഒരു ഞാൻ ഫേസ്ബുക്കിൽ നോക്കുമ്പോൾ ഉമ്മൻചാണ്ടി രാജ്യം വെച്ചിട്ടുണ്ട്. ഞാൻ അവിടെ ഫേസ്ബുക്ക് അവിടെ ഓഫാക്കി TV നോക്കും. അപ്പൊ അങ്ങനെ പ്രശ്നമുണ്ട്. ഇതൊക്കെ മോഹമാണ് ഉമ്മൻചാണ്ടി രാജ്യം. എന്തും പറയാം, എന്തും ചെയ്യാം. യാതൊരു തരത്തിലുള്ള മാനവുമില്ലാതെ പെരുമാറാം എന്ന് നമ്മുടെ പുരോഹിതന്മാർ, നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാർ, നമ്മുടെ സിനിമക്കാർ ഇവിടെ ആ കൂടുതൽ ഞാൻ ആലോചിക്കുന്നത്, നിങ്ങൾ ആലോചിക്കുന്നത്, നമ്മുടെ അധ്യാപകരുണ്ടോ? നമ്മുടെ സമൂഹം ഇങ്ങനെ കെട്ടുപോയത് എനിക്ക് വല്ല ഉത്തരവാദിത്വമുണ്ടോ? കള്ളം പറയരുത്, കൈക്കൂലി വാങ്ങരുത്, വർഗീയത കാണിക്കരുത്, ഹിംസ കാണിക്കരുത്, പെണ്ണുങ്ങളോട് മോശമായി പെരുമാറരുത് എന്ന് ഈ കുട്ടികളെ പഠിപ്പിക്കുന്നതിൽ നമ്മൾ അധ്യാപകർക്ക് വല്ല വീഴ്ചയും പറ്റും. ഞാനെവിടെ ആരെങ്കിലും ഒരു പുനരാലോചനയ്ക്ക് വിധേയമാക്കേണ്ട ഒന്നാണ് അധ്യാപനം. 1878 സർവപള്ളി രാധാകൃഷ്ണൻ നമ്മുടെ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, മഹാപണ്ഡിതനായി, ഓക്സ്ഫോർഡിൽ പ്രൊഫസറായിരുന്നു, കൽക്കട്ട യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറായിരുന്നു. എന്തായിരുന്നു അദ്ദേഹം? നമ്മുടെ ആധുനിക കാലത്ത് വിജ്ഞാനത്തിന്റെ പ്രധാനപ്പെട്ട ഒരു പ്രതിരൂപമാണ്. അദ്ദേഹത്തെ പറ്റി പണ്ഡിതന്മാർ പറയുന്നത് വിവേകാനന്ദന് ശേഷം ഇന്ത്യൻ തത്വത്തെ പറ്റി ഇത്രയധികം ലോകത്തോട് സംസാരിക്കുകയും എഴുതുകയും ചെയ്ത ഒരാളില്ല. വിവേകാനന്ദൻ കാണിച്ചൊരു തമാശ പറയാം, ഗുരുനാഥന്മാരും കേട്ടിരിക്കേണ്ട തമാശ. വിവേകാനന്ദൻ പഠിക്കുമ്പോൾ അന്ന് അദ്ദേഹത്തിന്റെ പേര് നരേന്ദ്രദത്ത. ഒരു വലിയ കുടുംബത്തിലാണ്, വലിയ കാശൊന്നും ഉണ്ടായിരുന്നു, ദാരിദ്ര്യമായിരുന്നു. വിവേകാനന്ദൻ സ്വാമി ആയിരുന്നെങ്കിലും കുടുംബത്തിലെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു. മഹാസുന്ദരൻ. അദ്ദേഹം പരമഹംസരെ പറ്റി ഇങ്ങനെ കേട്ടു, ശ്രീരാമകൃഷ്ണ പരമഹംസൻ. ഇയാൾ വലിയൊരു പണ്ഡിതനാണ്, വലിയൊരു ഗുരുവാണ് എന്നൊക്കെ എല്ലാവരും കണ്ടു. എന്നാൽ പിന്നെ അതൊന്ന് അറിഞ്ഞിട്ട് കാര്യം എന്ന് സെക്കൻഡ് ബി ഒക്കെ പഠിക്കുന്ന നരേന്ദ്രദത്തേക്ക് പോകും. എന്താ ചെയ്തെന്ന് അറിയാം, ഒരു ചെറിയ അറക്കാട്ടിലേക്ക് ചെന്ന് ചോദിക്കാണ് പരമാവധി, എന്റെ കയ്യിലിരിക്കുന്ന ഈ പക്ഷിക്ക് ജീവനുണ്ട്, ജീവനില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ബോധമിട്ടാൽ അദ്ദേഹം ജീവനുണ്ട് എന്ന് പറഞ്ഞാൽ ഒന്ന് അമർത്തിയാൽ കഴിഞ്ഞു. അപ്പോഴും ഗുരു പോയി. അപ്പൊ ഗുരുവിനെ തോൽപ്പിക്കാൻ വേണ്ടിയാണ് നരേന്ദ്രൻ ഈ പക്ഷിയായി പോയി പറയുന്നുണ്ടോ. അദ്ദേഹത്തിന്റെ മേലുള്ള ഒരാളാണ്. അങ്ങനെ ഈ പക്ഷിക്ക് ജീവനുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ പരമാംസം തിരിച്ചിട്ട് പറഞ്ഞു, ആ പക്ഷിയുടെ ജീവൻ നിന്റെ കയ്യിലാണ്. അങ്ങനെയാണ് ഈ മഹാബുദ്ധിശാലിയായ മഹാസുന്ദരനായ മഹാപ്രഭാഷകനായ വിവേകാനന്ദൻ ഒരു ഗുരുവിന് കീഴ്പ്പെടുന്നു. അദ്ദേഹമാണ് പിന്നീട് ആ ഗുരുവിന്റെ പേരിൽ രാമകൃഷ്ണാശ്രമം, ആർക്കെ മിഷൻ സ്ഥാപിക്കുന്നു. ലോകത്തിന്റെ എല്ലാ ഭാഗവും നമ്മുടെ കോഴിക്കോട് അങ്ങനെ ഒരുപാട് ഗുരു എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഗുരു എന്ന് പറഞ്ഞാൽ നാരായണ അല്ലെ, ഗുരു മാത്രമല്ല. അതേ രണ്ട് കാര്യം നമ്മൾ പറഞ്ഞില്ല. അത് രണ്ടും കൃത്യമായിട്ട് നമ്മൾ തിരിച്ചു. ഒന്ന് പറഞ്ഞു, ജാതി ചോദിക്കരുത്, വേറൊരു കണ്ടുപിടിക്കരുത്. കണ്ടുപിടിക്കരുത് മലയാളികൾ 3.5 കോടി മലയാളികളുണ്ട്. അതിൽ 21% കുടിയന്മാർ. 70 ലക്ഷം മലയാളികൾ കുടിയന്മാർ. 70 ലക്ഷം. അതിൽ 7000 പെണ്ണുങ്ങളുണ്ട്. ഇത് സർക്കാർ പ്രസിദ്ധീകരിച്ച കണക്കാണ്.
നാരായണഗുരുവിന് നമ്മൾ ശരിക്കും വഴിപ്പെട്ടില്ല. പിന്നെ ജാതി അത് നിങ്ങൾക്കറിയാം. ഇന്നലെ എനിക്ക് വന്ന ഒരു എന്നും വരുന്ന ആളുകൾ ബുദ്ധിമുട്ടിക്കുക എന്നും വരുന്ന അൻവറിനെ വിമർശിച്ചത് അയാൾ മുസ്ലിം ആയതുകൊണ്ടാണ്. അന്നത്തെ രാഷ്ട്രീയം ഈ ചോദിച്ച ആള് ഇന്ത്യയിലെ പ്രസിദ്ധമായ ഒരു സർവകലാശാലയിൽ ഹിസ്റ്ററി അധ്യാപകനാണ്. ശരിക്കും ഞാൻ എഴുതിയത് എന്നോട് ചോദിച്ചോണ്ടൊന്നും എന്നെ ഇത്രയൊക്കെ പറയണ്ടേ. എന്നെ ഇത് അവസാനിപ്പിച്ചത് എങ്ങനെയാണ്? ആക്രിയുടെ കൂടെ തൂക്കി വെക്കാൻ പറ്റുന്ന ഒരാളായി നിങ്ങൾ മാറിയിട്ടുണ്ട്. ഞാൻ ചൈനത്തിൽ എന്നെ കൊണ്ടുവരും ആക്രിയുടെ കൂടെ തൂക്കി വെക്കാൻ. അപ്പോൾ ഈ ഫേസ്ബുക്കിലെ തെരഞ്ഞെടുത്ത അവസ്ഥ പറയാം. ഞാൻ ഒരു പോസ്റ്റ് ഇട്ട് പോയിട്ട് അതിൻ്റെ അടുത്ത് പോളായി ഞാൻ അതിൻ്റെ ഇടയിൽ താങ്ക് യു ആർക്കാണ് അതിൻ്റെ താങ്ക് യു വേണ്ടു? ഞങ്ങൾക്ക് താങ്ക് യു. കൂടുതൽ ചൂടാതിൻ്റെ താങ്ക് യു ഞങ്ങൾക്ക് താങ്ക് യു. ഇയാൾ എന്തൊക്കെ ചെറു പറയുന്നത് അപ്പോഴൊക്കെ ഞാൻ താങ്ക് യു വിളിച്ചു. അയാൾ ഇതിനെ ദേഷ്യം പിടിച്ച് ചാടി കളിക്കുക. ഞാനിങ്ങനെ എനിക്ക് തിരിച്ചു. അയാൾ ദുബായിലോ യൂറോപ്പിലോ ഡൽഹിയിലോ കൊണ്ടോട്ടിയിലോ എവിടെ ഇരുന്നിട്ട് ഇങ്ങനെ തിരിച്ചു കളയുന്ന സാഹചര്യമൊക്കെ ഇത് അത്രയൊന്നും പ്രാധാന്യം, ഇതിന് വല്ല പ്രാധാന്യം ഉണ്ടെങ്കിൽ, ജീവിതത്തിന് വല്ല പ്രാധാന്യം ഉണ്ടെങ്കിൽ അത് നിങ്ങൾ വേറെ ഒരാൾക്ക് വേണ്ടി ജീവിക്കുന്നുണ്ടാവുന്നു. അധ്യാപകൻ എന്ന് പറയുന്നത് അവനവന് വേണ്ടി ജീവിക്കുന്ന ഒരാളല്ല, അത് ശിഷ്യർക്ക് വേണ്ടി ജീവിക്കുന്ന ഒരാളാണ്. എല്ലാ അധ്യാപകരും അങ്ങനെ അല്ലാത്ത അധ്യാപകരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ആ എല്ലാ അധ്യാപകരെയും ഈ സമയത്ത് നമസ്കരിക്കുന്നു. അധ്യാപകരെ ബഹുമാനിക്കുവാനുള്ള നിങ്ങളുടെ മനസ്സിനെ ഞാൻ അനുഭവിക്കുന്നു. ഇവിടെ 100 പണിയുടെ തിരക്കിനിടയിൽ ഇങ്ങനെയൊക്കെ വന്നുകൂടി ഇങ്ങനെയൊക്കെ വർത്തമാനം പറയും, ഈ ചായം പറ്റാറൊക്കെ കഴിക്കുകയൊക്കെ ചെയ്യാൻ നിങ്ങളൊക്കെ സമയം കണ്ടത് തീർച്ചയായിട്ടും വലിയ കാര്യം. എന്താ കാരണം വെച്ചാൽ ഒരാൾക്ക് നിങ്ങൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ സമ്മാനം സമയമാണ്. ജീവിതം എന്ന് പറയുന്നത് നമ്മുടെ സമയമാണ്. വേറൊന്നുമല്ല ജീവിതം എന്ന് പറയുന്നത്. അത് പണമല്ല, അത് പ്രസിദ്ധിയല്ല, അത് ഒരു സുഖവും ഒരു സൗകര്യമല്ല. ജീവിതം എന്ന് പറയുന്നത് സമയം മാത്രമാണ്. നിങ്ങൾ ഒരാൾക്ക് വേണ്ടി സമയം ചെലവാക്കുന്നു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾക്ക് അയാളോട് അത്ര ഇഷ്ടമാണ്, അല്ലെങ്കിൽ അത്ര അയാളുടെ പരിഗണനയാണെന്ന്. എൻ്റെ ഒരു ചെറിയ ഉദാഹരണം പറയാം. ഞാൻ ഗാന്ധിയുടെ സെക്രട്ടറി വെങ്കട്രാം കല്യാണത്തെ കണ്ട് സംസാരിച്ചിരുന്നു മദുരാശിയിൽ. അതിപ്പോൾ മരിച്ചുപോയി, 96 വയസ്സ്. അദ്ദേഹം എന്നോട് പറഞ്ഞ് ഞാൻ എനിക്കൊരു കാര്യം, ഗാന്ധി ഒരു ദിവസം ആവറേജ് 100 കത്ത് എഴുതിയിരുന്നു. എങ്ങനെ 100 കത്ത് എഴുതിയിരുന്നു. നമ്മൾ ഒരു കത്തിന് മറുപടി എഴുതും. വേറെ ഒരാൾക്ക് വേണ്ടി ചെലവാക്കാൻ സമയമുണ്ടോ, മനസ്സുണ്ടോ, പണമുണ്ടോ? പണം കൊണ്ട് എന്തെങ്കിലും സുഖം കിട്ടുമെങ്കിൽ അത് ഒരാൾക്ക് വേണ്ടി ചെലവാക്കണേ കിട്ടും. യാതൊരു സംശയവും. രാമനെ പറ്റി അങ്ങനെയാണ് സീത പറഞ്ഞത്. രാമനെ കുറ്റം പറയാൻ വേണ്ടി, രാമനെ വിമർശിക്കാൻ വേണ്ടി ആശാൻ എഴുതിയ ചിന്താവിച്ചായ ചിന്തയുള്ളത് പറഞ്ഞാൽ എന്താണ് രാമൻ? അവന്റെ 100 കുറ്റം പറയും. അവരോട് പറയുന്നു, നീ എന്തൊക്കെയാണെങ്കിലും അല്ലയോ ശ്രീനാഥ്, ശ്രീഭൂമി, ശ്രീനാഥൻ രാജാവ്, ശ്രീനാഥ, നീ പരാർത്ഥ ജീവികൾക്ക് എതിരില്ലാത്ത നിദർശനം താവാൻ. ആ ശ്ലോകം എങ്ങനെയാണ്? അതിവിസ്തൃത കാലദേശന്റെ സ്ഥിതിയാൽ നീതി വിഭിന്നമാകില്ല. കാലം കൊണ്ടും ദേശം കൊണ്ടും നീതി പലതായിട്ട് വരും. അതാണ് അതിവിസ്തൃത കാല ദേശന്റെ സ്ഥിതിയാൽ നീതി വിഭിന്നമാകില്ല. നീതി വിഭിന്നമായിരിക്കും. അങ്ങനെയൊക്കെ ഏത് അളവുകൾ വെച്ച് നോക്കിയാൽ അതാണ് അതിവിസ്തൃത കാല ദേശന്റെ സ്ഥിതിയാൽ നീതി വിഭിന്നമാകില്ല. ശ്രീനാഥ രാജാവ്, പരാർത്ഥ ജീവികൾക്ക് എതിരില്ലാത്ത നിദർശനം. നമ്മളൊക്കെ സാമാന്യമായി സ്വാർത്ഥരാണ്. സുഖം എന്ന് പറയുന്നത് പരാർത്ഥമായിട്ട് ജീവിക്കുമുണ്ടാകുന്ന ഒരു സാധനം മാത്രമാണ്. വേറൊരാൾക്ക് ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന അനുഭവത്തിനാണ് സുഖം എന്ന് പറയുന്നത്. അത് നമുക്കറിയാത്തത് കൊണ്ടാണ് നമ്മളങ്ങനെ ജീവിക്കാത്തതാണ്. ഇപ്പോൾ
ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറഞ്ഞത്, ശരീരം കൊണ്ട് അധ്വാനിക്കുന്നതാണ് സുഖം എത്ര അറിയാം. അത് അധ്വാനിക്കുന്ന മാത്രമേ അറിയുള്ളൂ. ഇവിടുന്ന് ഇപ്പം നടന്ന് കാരശ്ശേരിക്ക് പോകുന്നതാണ് സുഖം എന്ന് എനിക്കറിയുന്നതുകൊണ്ട് ഞാൻ നടന്നു പോകാറില്ല. നടന്നു പോകാൻ കുടിക്കുന്നവരുടെ. അപ്പോൾ അങ്ങനെ ശരീരം കൊണ്ട് അധ്വാനിക്കും, മനസ്സുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി ജോലി അങ്ങനെ ചെയ്യുന്ന ഒരു വംശത്തെയാണ് അധ്യാപന വംശം എന്ന് പറയാം. അവര് ചെയ്യുന്നത് സമൂഹത്തിന്റെ സ്വഭാവം രൂപീകരിക്കുകയാണ്. അർജുനൻ ചോദിക്കും കൃഷ്ണനോട്, ഗീതയിൽ പരിഹാരം പറഞ്ഞു, കൃഷ്ണ എനിക്ക് മനസ്സിലാവുന്നില്ല, എന്തുകൊണ്ടാണ് ആളുകൾ തെറ്റ് ചെയ്യുന്നത്? ആളുകൾക്ക് തെറ്റ് ചെയ്യാൻ ആഗ്രഹമില്ല, അവരങ്ങനെ ഇച്ഛിക്കുന്നില്ല. പക്ഷെ ആരോ പറഞ്ഞ് നിർബന്ധിച്ചിട്ടെന്ന പോലെ, ആരാരോ നിയോഗിക്കപ്പെട്ടതെന്ന പോലെ എന്തുകൊണ്ടാണ് ആളുകൾ പാപം ചെയ്യുന്നത്? വിളിച്ചത് ആ പദ്യം വളരെ പ്രസിദ്ധമാണ്. അനിച്ഛന്ന വിഭാഷണേയ ബലത്താൽ നിയോഗിക്കപ്പെടുന്ന മനുഷ്യരോട് പാപം ചെയ്യുന്നു. അപ്പൊ കൃഷ്ണൻ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഭഗവത്ഗീതയിൽ ഉത്തരമില്ലാത്ത പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഇതാണ്. പിന്നെ വേറെ സമയത്ത് കൃഷ്ണൻ പറയും അർജുനോട്, അർജുന നീ എന്നെ പ്രവർത്തിക്കുന്നത് നിന്റെ സ്വഭാവമാണ് പ്രവർത്തിക്കുന്നത്. സ്വഭാവസ്ഥ പ്രവർത്തന സ്വഭാവം, ആ സ്വഭാവം രൂപീകരിക്കുക, ആ സ്വഭാവം നേരെയാക്കുക. കേട്ടോ, ഞാൻ ഓർക്കുന്നത് 2ാം ക്ലാസ്സിൽ AK അഭിനയോട് കാണും വന്നിട്ട് ആദ്യം ചോദിക്കുന്നത് ഇന്ന് കുളിക്കാത്ത ആരൊക്കെയാണ്? അന്ന് അങ്ങനെ ആരും എഴുന്നേൽക്കാൻ പറഞ്ഞു. പല്ല് തേക്കാത്ത ആരൊക്കെയാണ്? എഴുന്നേൽക്കാൻ പറഞ്ഞു. നാവ് പഠിക്കാത്ത ആരൊക്കെയാണ്? തൊട്ടടുത്ത കിണറ്. അപ്പൊ അദ്ദേഹമാണ് അവിടെ ഉപ്പേരിയുണ്ട്, ഉപ്പുണ്ട്, വീട്ടിലുണ്ട്, ഇങ്ങനെ. അതുകൊണ്ട് ഈ അവരവരുടെ സ്വഭാവം എന്താണ്? അത് സ്വാർത്ഥനിഷ്ഠമാണ്, പരാർത്ഥമാണ്, വേറൊരാൾക്ക് വേണ്ടിയാണ് നമ്മൾ ആലോചിക്കുന്നതും പ്രവർത്തിക്കുന്നതും സമയം ചെലവാക്കുന്നതും എന്ന് ആലോചിക്കുന്നതിന്റെ ഒരു ഉത്തരവാദിത്വം കൂടി അധ്യാപകർക്ക് പറ്റി ആലോചിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ലോകത്തിലെ പ്രധാനപ്പെട്ട വലിയ പ്രവാചകന്മാരൊക്കെ വലിയ അധ്യാപകരായിരിക്കുന്നത്. യേശുക്രിസ്തു ആണെങ്കിൽ ഇതേപോലെ അധ്യാപകനാണ്, മുഹമ്മദ് നബി ആണെങ്കിൽ ഇതേപോലെ അധ്യാപകനാണ്. ഞാൻ ചെറിയ കാര്യം പറയാം. ഇസ്ലാമത വിശ്വാസികളുടെ ഭക്തന്മാർക്കറിയാം, വെള്ളിയാഴ്ച ജുമാക്ക് 2 കുത്തുവേണ്ടി ആണല്ലോ. ഒരു കുത്തുപോയി അവിടെ കൊണ്ടുപോകും. അങ്ങനെയല്ല, മുഹമ്മദ് നബി അല്ലെ ഉമർ ഖത്താബ് കുത്തുപോകുന്ന അവർ സംസാരിക്കാൻ അവർ ഇന്ന് എണീറ്റാൽ പിന്നെ ചോദ്യോത്തരങ്ങൾ നിങ്ങൾ വായിച്ചുകൊണ്ടറിയാം. ബുഖാരിയോ മുസ്ലിമോ ഏതെങ്കിലും ഒരു ചരിത്രപുസ്തകം വായിച്ചാൽ അറിയാം, നിരന്തരം ചോദ്യം ചോദിക്കും, ഉത്തരം പറയും. സോക്രട്ടീസിന് അങ്ങനെ ചോദ്യം ചോദിച്ച് ഉത്തരം കണ്ടെത്തുന്ന രീതിക്ക് ഇന്ന് ലോകത്തിലെ എല്ലാ ഭാഷകളിലും വന്ന് സോക്രാറ്റിക് ബന്ധുകളും സോക്രട്ടീസ് ചോദിക്കാൻ ചോദിച്ചു ഒരു ചോദ്യം അതേ ചോദ്യത്തിന് ഉത്തരം വീണ്ടും ചോദിക്കും. അങ്ങനെ ചോദ്യം ചെയ്യാം. അങ്ങനെ ആ ചോദ്യം ചെയ്യാനുള്ള നിങ്ങളുടെ ശക്തിയെ ഉത്തേജിപ്പിക്കാൻ വിധാനം ചെയ്യുന്നത് സോക്രട്ടീസ് പറയുന്നത്, എനിക്ക് ആരെ ഒന്നും പഠിപ്പിക്കാൻ സാധിക്കും, എനിക്ക് അവരെ കൊണ്ട് ചിന്തിക്കാൻ പ്രയത്നിക്കാൻ സാധിക്കും. അദ്ദേഹത്തെ വിഷമിച്ച് മരിക്കാൻ ഇരിക്കുന്ന കോടതിയിൽ അദ്ദേഹം പറയുന്നത്, ഞാൻ ഒരിക്കലും ഒരു ഗുരുനാഥനല്ല, ഞാൻ ആരും പഠിപ്പിച്ചിട്ടില്ല, ഞാൻ ആരോടും അതിനുള്ള നയാ പൈസ ഉപലമാക്കി. അതുകൊണ്ട് ആ തരത്തിലുള്ള ഒരു ആത്മപരിശോധനയ്ക്ക് ഈ ദിവസം നമ്മളെ പ്രേരിപ്പിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ ഗുരു പരമ്പരകളെയും മനസ്സാ നമസ്കരിച്ചുകൊണ്ട് ഈ ചടങ്ങിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിക്കുന്നു. വേദിയിലിരിക്കുന്ന എല്ലാ ഏറെ പ്രിയപ്പെട്ട എല്ലാ വ്യക്തിത്വങ്ങൾക്കും സദസ്സിലിരിക്കുന്ന എല്ലാ വ്യക്തിത്വങ്ങൾക്കും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഈ യോഗം അവസാനിക്കുന്നതായി